പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉടനീളം പരിശോധിച്ച് നോക്കുക. ഈ രണ്ട് ശുദ്ധിയെയും, രണ്ട് ശുദ്ധിയാണ് വലിയ ശുദ്ധി ചെറിയ ശുദ്ധി അല്ല കേട്ടോ, വലിയ ശുദ്ധിയും ചെറിയ ശുദ്ധിയും ഉൾക്കൊള്ളുന്ന, അതോടൊപ്പം നജസിൽ നിന്ന് മാറുക എന്ന് പറയുന്ന, നമ്മുടെ നിസ്കാരം ശരിയാവണമെങ്കിൽ നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു ശുദ്ധിയും അങ്ങനത്തെ ശുദ്ധിയല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രസ്സ് നന്നായിരിക്കുക, കാറ് നന്നായിരിക്കുക, വീടും പരിസരവും ശുദ്ധിയായിരിക്കുക, കിണറിന്റെ കരയിൽ ഇങ്ങനെ വൃത്തികേട് വരാതിരിക്കുക, അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്ക് ദുർഗന്ധം വരിക, ഇതൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള നലാഫത്ത് എന്നുദ്ദേശിക്കുന്ന വൃത്തിവെടുപ്പ് എന്ന് പറയുന്ന ആ ശുദ്ധിയും കൃത്യമായി പാലിക്കാൻ മതം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജൂതന്മാരൊന്ന് ചോദിക്കുന്നുണ്ട്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരി പരിഹസിക്കാൻ വേണ്ടി സഹാബാ കിറാമിനോട്, നിങ്ങളുടെ നബി ഈ ഖലാഇനെ പറ്റിയൊക്കെ പറയുന്നല്ലോ, വിസർജന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നല്ലോ. പരിഹസിക്കാനാണ് അവർ പറഞ്ഞത്. പക്ഷേ സഹാബാ കിറാം ആത്മാഭിമാനത്തോടു കൂടെയാണ് പ്രതികരിക്കുന്നത്. തീർച്ചയായും ഞങ്ങളുടെ നബി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കുളിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെ ശരീര വസ്തുക്കളാണ് കൃത്യമായ ഇടവേളകളിൽ നീക്കിക്കളയേണ്ടതെന്ന് പറയുന്നുണ്ട്. വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവാചകർ എന്ന് അഭിമാനപൂർവ്വം സഹാബാ കിറാം മറുപടി പറയുന്നുണ്ട്. അവർ വിശ്വാസിയ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ശുദ്ധിയുടെ എല്ലാ മാർഗങ്ങളെയും നമ്മൾ കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ടെന്നർത്ഥം.